നമസ്കാരം. കലിയുഗവരതനായ സാക്ഷാൽ അയ്യപ്പസ്വാമിയെ ആരാധിക്കുന്നവരാണ് പലരും. അയ്യപ്പസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. ശനിദോഷവുമായി ബന്ധപ്പെട്ട ആ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. വൃശ്ചികമാസത്തിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്. ഈ മാസം ഭഗവാനെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായതും ആരാധിക്കേണ്ടതുമായ മാസം കൂടിയാണ്. എന്നാൽ ജനനം മുതൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതായ ചില നക്ഷത്രക്കാരുണ്ട്. ഈ പരാമർശിച്ചതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്നല്ല. ആര് തന്നെ ഭഗവാനെ ആരാധിച്ചാലും അവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടി വരിക തന്നെ ചെയ്യും. എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ജനനം മുതൽ സിദ്ധിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാരാകുന്നു. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. കൂടാതെ പൂരം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു. ഇവർ ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.